ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇന്ന് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങി വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൻ്റെ പരിസരവും കാര്യങ്ങളും എല്ലാമാണ് കണ്ട ഇവർ വെറുതെ ഇങ്ങനെ നടക്കുക. റബ്ബറുകളെയൊക്കെയാണ് ഇവിടെ എല്ലാം. അങ്ങനെ നമുക്ക് ഇവഴിയൊക്കെ നടന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഞാൻ പറഞ്ഞില്ലേ റബ്ബറുകളാണ്. ഇവിടെ ആണെങ്കിൽ കുറുക്കനുണ്ട്, പന്നിയുണ്ട്, കാണ്ടാമൃഗമുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ കണ്ട. ഇതുവഴി റബ്ബറുകളെയാണ്, ഫുള്ള് റബ്ബറുകളെയും കാടും മേടും ഒക്കെയാണ് കണ്ട. ഇവിടെയൊക്കെ സൂക്ഷിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ഈ ഇടയ്ക്ക് എന്തോ കാണ്ടാമൃഗോ കാട്ടുപോത്ത എന്തൊക്കെ ഇതുവഴിയൊക്കെ ഓടിയിട്ടുണ്ടെന്നൊക്കെ പറയണായിട്ട്. ഇതുവഴി ഇങ്ങനെയൊക്കെ ഓടിയിട്ടുണ്ടെന്ന് പറയണായിട്ട് ഞാൻ പതിയെ സംസാരിക്കുകയുള്ളൂ. ചിലപ്പോൾ എണീറ്റ് വന്നാൽ ഓടി മരത്തിൽ കയറാൻ വേണ്ടിയാണ് നോക്കണ്ട. മരത്തിൻ്റെ മണ്ടയിലോട്ട് കണ്ട, മരത്തിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. ആരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ട. എങ്ങനെയുണ്ട്? നമുക്ക് പതിയെ കാണ്ടാമൃഗത്തിൻ്റെ അടുത്തോട്ട് പോവാം. കാണ്ടാമൃഗമേ, ആ നീ ഇവിടെ ഉണ്ടായിരുന്ന? ഇത് നീ ഉണ്ടാക്കിയ സാധനമായിരുന്നാടേ? ഞാൻ വിചാരിച്ചത് ഒറിജിനൽ സാധനമായിരിക്കുന്നു കണ്ട. ഈ കാണ്ടാമൃഗത്തിനെ ഇവന്മാർ ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ച് ഈ കാണ്ടാമൃഗം ഒറിജിനൽ കാണ്ടാമൃഗം എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇതിലോ വീണ്ടും എനിക്ക് തെറ്റിപ്പോണം. എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇത് കാട്ടുപോത്താണ്, കാണ്ടാമൃഗമല്ല, കാട്ടുപോത്ത്. കണ്ടോ, കാട്ടുപോത്താണ്. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, എന്നോട് ക്ഷമിക്കണം. കണ്ട, ഇമാരിതായി കാട്ടുപോത്തിനെ ഉണ്ടാക്കി ക്ഷീണിച്ചത് അവിടെ ഇരിക്കുകയാണ്. കണ്ട, സൃഷ്ടാവ് സഹായിക്കുന്ന സഹായി. ഇങ്ങോട്ട് നോക്കുന്നേ. ഈ കാട്ടുപോത്ത് കിടക്കണടത്തെ ഒരു പുല്ല് പോലും ഇല്ല. എനിക്ക് തോന്നണതേ വിശന്ന് അവിടെ ക്ഷീണിച്ചാണ് കിടക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഈ മരിച്ചിനി ഇവിടെ മരിച്ചിനി കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളവിടെ എന്തിനാണെന്നൊന്നും എനിക്കറിയാം. ഈ മരിച്ചിനി ഒടിച്ചുകൊണ്ട് കൊടുക്കുക. മരിച്ചിനി കൊടുക്കുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും പറയണത് മരിച്ചിനി കൊടുത്താൽ ഇതിൻ്റെ തിളുന്തല കൊടുത്താൽ ആടായാലും പശു ആയാലും തട്ടിപ്പോകുന്നതാണ്. നമുക്കിത് തട്ടിപ്പോയാൽ നമുക്കിത് കറിയാക്കാം. അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി കൊടുത്തു വെക്കാം. കാട്ടുപോത്തിൻ്റെ അടുത്ത് നോക്കിപ്പോണേ, അത് നിന്നെ കുത്തി മലത്തും. നോക്കിപ്പോ, കൊമ്പിനറിഞ്ഞൂടാ നീ ജെ മൗഗ്ലിയാണെന്ന്. അങ്ങനെ നമ്മളെ നാട് നശിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ കാട്ടുപോത്ത് ഇവിടെ എല്ലാം കിടന്ന് ഉഴുത് മറിച്ച് ഇവിടെ എല്ലാം നശിപ്പിച്ച് നാറാണത്ത് ഭ്രാന്തനെ പോലെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മരിച്ചിനിയും വാഴയും എല്ലാം കുത്തി മറിച്ച് തിന്ന് അതിൻ്റെ പള്ളയെ കിടക്കണം എല്ലാം. അതിൻ്റെ പള്ളയിൽ കിടക്കണം എല്ലാം. 10,000 കിലോ വരും. ഇന്ന് വെട്ടി അറിഞ്ഞ് ഞാൻ ഇതിനെ തിന്നു ഇന്ന്. അങ്ങനെ ഞാൻ ഇതുവഴി തെണ്ടിത്തിരിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇവനെ കണ്ടത്. കണ്ട, നമ്മളെ കുത്തി മറിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാനിങ്ങനെ മാറി ഒതുങ്ങി ഇങ്ങനെ നടക്കണത് കണ്ട. അപ്പോൾ നമ്മളെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കിടന്ന കാട്ടുപോത്താണ് ഇവൻ. ഇവൻ്റെ പേരാണ് ജിബ്രൂട്ടാ. നമ്മളിവനെ ഇങ്ങനെ കണ്ട് ഫോറസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കാട്ടുപോത്ത് അവിടെ വന്നിട്ടുണ്ടെന്ന്. കാട്ടുപോത്തിനെ പിടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത്. 2 അവിടെ ഒളിച്ചിരിക്കുന്നു. 10,000 കിലോ ഉണ്ട്. ഇന്ന് നമുക്ക് തട്ടിയാലാ. നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാട്ടുപോത്തിനെ പിടിച്ചു കെട്ടിയ 2 വീരന്മാരാണ്. വീരന്മാരാണ്. വീരാ കല്ലെടുത്തെറിയല് വീരാ, തേങ്ങ എടുത്തെറിഞ്ഞ്. അങ്ങനെ നമ്മളെ നാട്ടിൽ കണ്ടോ കാട്ടുപോത്തിനെ പിടിച്ച 2 വീരന്മാരാണ്. ഇങ്ങോട്ട് നോക്കണേ. അങ്ങനെ നമ്മൾ ഈ കാട്ടുപോത്തിനെ ഇവിടെ പിടിച്ചു കെട്ടിയ കാര്യം നമ്മൾ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഫോറസ്റ്റുകാർ വരുന്നതായിരിക്കുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോറസ്റ്റുകാർ പറഞ്ഞവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫോറസ്റ്റുകാർ വന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ പീസും വെട്ടി പീസാക്കിയിട്ട് നമുക്ക് ഗ്രില്ലടിച്ച് നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന പോത്തിനെ നമ്മൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പോത്തുമായിട്ട് നമുക്കിനി കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത നാട്ടിലിറങ്ങുന്ന വൻപുലികളായ കാണ്ടാമൃഗം, കാട്ടുപോത്ത്, മരപ്പട്ടി, മരവന്ത് ഇതിനെയൊക്കെ നമ്മൾ പിടിച്ച് കെട്ടി വെക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി
അടുത്ത് ഉടനെ നമുക്ക് കാണാം. അവനിതാ വിശക്കണമെന്നാണ് പറഞ്ഞത്. പേടിക്കണ്ട, നമുക്ക് വൈകുന്നേരം ഇതിൻ്റെ കാലിനെ നമുക്ക് വെട്ടി തിന്നാന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ടാറ്റാണേരി.